അത് ഞാൻ ഓഫായിക്കൊണ്ട്. ആയി മക്കളെ, അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ. 10 ഇതൊക്കെ എൻ്റെ മക്കളാണ് കേട്ടോ. മക്കളല്ല, പേരക്കുട്ടികളാണ്. പേരക്കുട്ടികൾ വെച്ചാൽ എൻ്റെ പേരക്കുട്ടികളെ സ്നേഹിതയാണ്, സ്കൂളിലൊക്കെ പഠിക്കണേ. വണ്ടി സ്പീഡിപ്പോൾ നോക്കണല്ലേ, ചേരെ പാമ്പൊക്കെ ഉണ്ടോന്ന്. വണ്ടി കുടുങ്ങിൻ്റെ തല പൊന്തിച്ച് കാര്യം അല്ലേ, സുഖാനാ പോരെ. നമ്മളിതാ എൻ്റെ ആങ്ങളുടെ വീട്ടിൽ പോവുകയാണ്. മൂത്ത ആങ്ങളുടെ വീട്ടിൽ മക്കളെ. അന്നേരം നമ്മൾ വരുന്ന വഴിക്ക് വലിയൊരു പാമ്പിനെ കണ്ട്. പാമ്പ് നമ്മളെ കൂട്ടറിൻ്റെ മുന്നിൽ കൂടെ അങ്ങോട്ട് എഴിഞ്ഞു പോയി. എന്തോ ഭാഗ്യത്തിന് അതിന്മേൽ കയറിയില്ല. അത് വേറൊരു വീട്ടിൻ്റെ മുറ്റത്തേക്ക് അങ്ങ് പോയി. കാരണം നമ്മൾ ഒന്ന് കല്ലെറിഞ്ഞ് പുറത്തേക്കാക്കാൻ വരെ പറ്റിയില്ല. നമ്മളെപ്പോഴും വാതിൽ അതും ഇതൊക്കെ അടച്ചിടണം, അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കൂട്ടാൻ പിടിച്ചാക്കട്ടെ ഏതായാലും. അങ്ങനെ നമ്മളിതാ നമ്മളാങ്ങളുടെ വീട്ടിലെത്തി. റംബൂട്ടാൻ കണ്ടോ, തോനെ റംബൂട്ടാൻ ഉണ്ടായിട്ടുണ്ട് ഇവിടെ. അപ്പോൾ കുറച്ച് റംബൂട്ടാൻ കൊണ്ടുവരാൻ ഇവിടെ 2-3 പ്രാവശ്യമൊക്കെ ഞാൻ വീഡിയോ പിടിച്ചതാണ് വീടൊക്കെ. അതിനെക്കൂടി ഞാൻ ഫുള്ളായിട്ട് പിടിച്ചിട്ടില്ല. അപ്പോൾ ഇതൊക്കെ തച്ച് തൊയ്ച്ചിടുകയാണ്. കുറേ ആൾക്കാർ ഓരോരുത്തരൊക്കെ വന്ന് കൊണ്ടുപോയി. എൻ്റെ അനിയത്തിമാരൊക്കെ വന്ന് കൊണ്ടുപോയി. അപ്പോൾ നമ്മൾ അങ്ങോട്ട് ചെന്നപ്പോഴേ കുറേ അതിൻ്റെ അങ്ങോട്ട് അടുത്ത് പോയിട്ട് കുറേ 5-6 മാസമായി ഉണ്ടാവും അങ്ങനെ കാണാൻ വന്നിട്ട്. കാണായിട്ടും എന്തോ ഒരു യാതി പോകാൻ ബേജാറാണ് എപ്പോഴെങ്കിലും ഒന്ന് കണ്ടില്ലെങ്കിൽ. അങ്ങനെ ഇതാ റംബൂട്ടാനൊക്കെ പറിച്ച് പാത്രത്തിലാക്കുകയാണ്. ഇവിടെ വളർത്തുന്ന മീനാണ് കേട്ടോ അത്. അങ്ങനെ നമ്മൾ മക്കളെ ആങ്ങളെ കണ്ടു. ചായ എല്ലാം കുടിച്ചു. വന്നേമ്പാട് മാംഗോ ജ്യൂസ് കുടിച്ചു, ചായ കുടിച്ചു. രാത്രി ഭക്ഷണം കഴിഞ്ഞിട്ട് പോവാറിഞ്ഞു. നമുക്ക് ഇരുട്ടായാലും പാടാണല്ലോ വരാൻ. അതിനെക്കൊണ്ട് നമ്മൾ പോവുകയാണെന്ന് അറിഞ്ഞ് വേഗം ഇറങ്ങി. അങ്ങനെ റംബൂട്ടാനൊക്കെ കവറിലാക്കി ഇവിടെ കൊണ്ടുവന്ന് മക്കളൊക്കെ തിന്ന്. ഇനിയും ഉണ്ട് ഇവിടെ. വേറെന്താ വിശേഷം? ഇപ്പം ഞാനിത് ഞാൻ സംസാരിച്ചും കൊണ്ട് വിടുകയാണ് കേട്ടോ. കാരണം വണ്ടീൻ്റെ സൗണ്ട് കൊണ്ട് ഞാൻ പറയുന്നതൊന്നും കേൾക്കുന്നില്ല. അതാണ് ഞാൻ ഇപ്പോൾ സംസാരിച്ചും കൊണ്ട് വിടുന്നത്. നമ്മൾ സംസാരിച്ചിട്ട് കാര്യമില്ല, കേൾക്കൂല. വണ്ടിൻ്റെ അപ്പുറത്തും ഓണടി സ്പീഡെല്ലാം കൂടെ ആയിട്ടേ. വേറെന്താണ്, എല്ലാവർക്കും സുഖമല്ലേ? സുഖമാണെന്ന് വിചാരിക്കുന്നത്. സുഖവും സമാനവും സന്തോഷവും ആയുസ്സും ആരോഗ്യ ആഫിയത്തും ദീർഘായുസ്സും എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ. എല്ലാവരും ആലാലായ മുറാദുകളും അള്ളാഹു സഫലമാക്കി തരട്ടെ. എൻ്റെ ആങ്ങള, അനിയത്തിമാർ, ഭർത്താവ്, ഞാൻ, മക്കൾ, പേരക്കുട്ടികൾ, മരുമക്കൾ, എത്തിമക്കൾ, പണ്ഡിതന്മാർ, ഗൾഫിലുള്ള എല്ലാവരും, നമ്മളെ ഈ നാട്ടിലുള്ള എല്ലാവർക്കും പഠിച്ച ആരോരു ബുദ്ധിമുട്ടും അപകടങ്ങളും ഇല്ലാണ്ട് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ആമീൻ. അതുപോലെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്രാർത്ഥിക്കുക മക്കളെ. എല്ലാ അപകടങ്ങളിൽ നിന്ന് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. നമ്മളെല്ലാവരും എന്താടിയത്? വേറെന്താ വിശേഷങ്ങൾ മക്കളെ? അങ്ങനെ കുറച്ച് നമ്മൾ ഇത്തിരി കൂടെ കഴിയുമ്പോഴത്തിന് നേരം ഇരുട്ടായി കേട്ടോ. കുറച്ച് നേരം അവിടെ ഇരുന്നിട്ടുള്ളൂ. അപ്പോഴത്തേന് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ നേരം വൈകിപ്പോയി. അതിന് ചോറയിപ്പൊക്കെ കഴിഞ്ഞ് അസുരസ്കാരമൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ ഇറങ്ങിയത്. അതാണ് വേഗം നേരം മോന്തിയായിപ്പോയി. അപ്പം അങ്ങനെ ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളൊക്കെ സപ്പോർട്ടാണ് എൻ്റെ മുന്നോട്ട് പോണത്. എന്തെങ്കിലും ഒന്ന് ദിവസം ഇടാനില്ല കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമമാണ്. പിന്നെ ഈ ചോറും കറി ഇട്ടത് തന്നെ ഇടല്ലേ എന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലും ഒരു. അങ്ങനെ മക്കളെ നമ്മൾ വീട്ടിൽ പോയി, വീട്ടിലെത്തി. ഇതാ എല്ലാവരും തിന്നലൊക്കെ കഴിഞ്ഞ ഒരു വിധം. ബാക്കിയുള്ള ഇതാ ഞാൻ എടുത്തിട്ടൊന്നും ഇങ്ങനെ പിടിച്ചതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും സപ്പോർട്ടാക്കുക മറക്കരുത്. നിങ്ങളെ സപ്പോർട്ടാണ് എൻ്റെ മുന്നോട്ട് പോവൽ. ഓക്കെ, ബൈ ബൈ. എല്ലാവർക്കും ലിങ്കൊക്കെ ഒന്ന് കൊടുത്ത് സപ്പോർട്ടാക്കുക.